ടെമ്പറേച്ചർ കുറഞ്ഞോളും. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, നെറ്റിയിൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങോട്ട് കിട്ടി. ചവിട്ടോ? ഓ, അതായത് കുളിമുറിയിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ 3 നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ, കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ? ഓ, പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ? സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടുന്നു? ഹേയ്, സുഖനിദ്രയിലായിരുന്നു. ഒരു സ്വപ്നം പോലോട് കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. ദാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതങ്ങ് ബോധിച്ചു. കലക്കം ചികിത്സയായിരിക്കും അല്ലേ? ആ, റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ, നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അതെത്രയാന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ്, അതുപോരാ. മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 രൂപ കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം. അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. ഡോക്ടറെ, എന്തെങ്കിലും പറയാണ്ട് 5 അകലെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഓ, ഈ ഡോക്ടറുടെ ഒരു തമാശ. പിന്നെ ശമ്പളം നിശ്ചയിച്ചു. പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറെ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്തു പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അസുരഗണ. അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കവൻ തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താൻ പോണെന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുല്ല. എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ചു പുറത്തു ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ, ചാത്തിനേറ് തുടങ്ങാം. ഭൂതഗണങ്ങളാണ്, വീടൊഴിഞ്ഞു പൊക്കോ. എന്താ ഡോക്ടർ, മുഖത്തൊക്കെ ഇത് എന്ത് പറ്റിയതാ? മതി, എനിക്ക് ഇവിടുത്തെ സേവനം മതിയായി. തെണ്ടി തിരിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജോലി വേണ്ട. എന്താ ഡോക്ടർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അശേഷം അങ്ങോട്ട് മനസ്സിലാവില്ല. എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ? വാച്ചോ? ഉവ്വ്, എന്നെ മർദ്ദിച്ച ഒരു ഭൂതഗണത്തിന്റെ കയ്യിൽ നിന്ന് ഊരിത്തെറിച്ചതാ. ഇതാ. ഇത് അപ്പൂട്ടന്റെ വാച്ചാണല്ലോ. ഓ, എന്നാ സംശയിക്കണ്ട. അപ്പൂട്ടനും കൂട്ടനും തന്നെയാ എന്നെ തല്ലിച്ചതച്ചത്. ഏയ്, അപ്പൂട്ടൻ അങ്ങനെ ചെയ്യില്ല. അതിനപ്പുറവും ചെയ്യും. അമ്പിളിക്ക് കേൾക്കണോ? ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ഷെയ്ക്കാൻഡ് തന്നു. എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ. പിന്നെ സ്നേഹം ഭാവിച്ചുകൊണ്ട് കുത്തുക, തല്ലുക, ഇടിക്കുക, ഒന്നും പറയണ്ട. വലിയ ദാനധർമ്മിഷ്ടനാണെന്നൊക്കെ അമ്പിളി പുഴത്താറുണ്ടല്ലോ. എനിക്ക് ഈ ദാനം വേണ്ടേ? അയാൾക്ക് എന്നെ ഇഷ്ടല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ? ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവത്തിലുമായി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസം. ഒന്നും പറയണ്ട. ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ. ഭാഗ്യം. വരട്ടെ. ഗുഡ് ബൈ. കൃഷ്ണ കൃഷ്ണ.